ഹായ് കൂട്ടുകാരെ, സച്ചി രേവതിയുടെ മറ്റൊരു അടിപൊളി സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്സിഡന്റിൽ പരിക്ക് പറ്റിയ രേവതിയുടെ കാലിൽ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛമ്മ. അതേസമയം തന്നെ അമ്മയുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും ക്യാഷ് അടിച്ചു മാറ്റണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും രവീന്ദ്രന്റെ കൂടെ ചന്ദ്രമതി അവിടേക്ക് എത്തുന്നുണ്ട്. രേവതിയുടെ കാലിന് എന്ത് പറ്റിയെന്നോർത്ത് രവീന്ദ്രൻ വേഗം തന്നെ അവരുടെ അരികിലേക്ക് എത്തി. എന്ത് പറ്റി മോളെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്തായിരിക്കും അമ്മയും രേവതിയും രവീന്ദ്രനെയും ചന്ദ്രമതിയെയും കാണുന്നത്. രേവതി രവീന്ദ്രനോട് ആക്സിഡന്റിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛമ്മയാണെങ്കിൽ ചന്ദ്രമതിയെ അമ്പരപ്പോടെ നോക്കി നിൽക്കുകയാണ്. കാരണം ചന്ദ്രമതി ആദ്യമായിട്ടായിരിക്കും ആ വീട്ടിലേക്ക് വരുന്നത്. അമ്മയെ കണ്ട് അവിടുന്ന് എണീക്കാൻ ഒരുങ്ങുന്ന രേവതിയെ അവിടെ തന്നെ പിടിച്ചിരുത്തുന്നുണ്ട് രവീന്ദ്രൻ. പാറു അമ്മ ആരാണെന്ന് മനസ്സിലാവാതെ ഇതാരാണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് രവീന്ദ്രൻ ചന്ദ്രമതിയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഞാൻ എന്തായി കാണുന്നത്? ചന്ദ്രമതി ഇവിടേക്ക് വന്നിരിക്കേ, ഇത് സത്യം തന്നെയാണോ അതോ ഞാൻ സ്വപ്നം കാണാണോ എന്നൊക്കെ അച്ഛമ്മ ചോദിക്കുന്ന സമയത്ത് സത്യം തന്നെയാണെന്ന് ചിരിച്ചുകൊണ്ട് പറയുകയാണ് രവീന്ദ്രൻ. അതേസമയം റൂം തുറന്ന് പുറത്തേക്ക് വരുന്ന സച്ചി അച്ഛനെ കണ്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് അതാരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയെന്ന് പറയുകയാണ് സച്ചിയോട് അച്ഛമ്മ. സച്ചി അങ്ങനെ ആ ഭാഗത്തേക്ക് നോക്കുന്നതും അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ചന്ദ്രമതിയെ കണ്ട് വിശ്വസിക്കാനാകാതെ അമ്പരപ്പോടെ നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ എന്തായി കാണുന്നത്? അമ്മ ഇങ്ങോട്ട് വന്നിരിക്കേ, എന്തിനാ ഇപ്പൊ അമ്മ ഇങ്ങോട്ട് വന്നത്? അച്ഛൻ ഇവരെ ബോധം കെടുത്തി കൊണ്ടുവന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തുടർന്ന് ചന്ദ്രമതിയോടായിട്ട് തന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ ഇവിടെ വന്നതിൽ നിനക്ക് എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കൊരു പ്രശ്നവുമില്ല, പക്ഷെ നിങ്ങൾ ഇപ്പൊ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടാകും. അത് എന്താണെന്നാണ് ഞാൻ ചോദിച്ചതെന്നൊക്കെ പറയുമ്പോ എന്താടാ ഇത്, നിന്റെ അമ്മ ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, അപ്പൊ അവളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്നും പറഞ്ഞ് സച്ചിയെ വഴക്ക് പറയുന്നുണ്ട് അച്ഛമ്മ. തുടർന്ന് ചന്ദ്രമതിയെ തന്റെ അടുത്തേക്ക് വിളിക്കുകയാണ് കലാവതി. മടിച്ചാണെങ്കിലും ചന്ദ്രമതി അവരുടെ അരികിൽ പോയി ഇരിക്കുന്നുണ്ട്. ചന്ദ്രമതി അവിടെ ഇരുന്ന് ചുറ്റുപാടുമെല്ലാം നോക്കിയതിനു ശേഷം രേവതിയോടായിട്ട് കാല് വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ കാലിന് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ വേദനിക്കാതിരിക്കണമെങ്കിൽ അതിനൊരു കാരണം വേണം. ആ കാരണമാണ് എനിക്കിപ്പോ അറിയേണ്ടത്. നിങ്ങളിപ്പോ ഇവിടേക്ക് വന്നതിന്റെ കാരണം എന്താണെന്ന് വീണ്ടും ചോദിക്കുകയാണ് സച്ചി. എന്തെങ്കിലും ആവശ്യമില്ലാതെ ചന്ദ്രമതി ഇവിടേക്ക് എത്തില്ല എന്നുള്ള കാര്യം സച്ചിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ചന്ദ്രമതിയെ നന്നായിട്ട് തന്നെ സംശയമുണ്ട് കേട്ടോ സച്ചിക്ക്. പിന്നീട് അങ്ങനെ ചന്ദ്രമതിയാണെങ്കിൽ എങ്ങനെയെങ്കിലും അമ്മയുടെ മനസ്സിൽ ഇടം പിടിച്ച് ശ്രുതിക്ക് സ്വർണം വാങ്ങിച്ചു കൊടുക്കാനുള്ള പണം അമ്മയുടെ കയ്യിൽ നിന്നും കൈക്കലാക്കണം എന്നുള്ള ഒറ്റ ചിന്തയിലായിരിക്കും. അതിനുവേണ്ടി തന്നെ അമ്മയുടെ മുമ്പിൽ നല്ലൊരു മരുമകളായി അഭിനയിക്കാൻ തീരുമാനിക്കുകയാണ് അവരെ. പിന്നീട് അങ്ങനെ രേവതിയോട് കാല് വേദന ഉണ്ടോ എന്നൊക്കെ ഇടക്കിടക്ക് വന്ന് ചോദിക്കുന്നുണ്ട് സച്ചി. സമയം തന്നെ ചന്ദ്രമതി അവിടേക്ക് വരുന്നത് കാണുമ്പോൾ രേവതി വയ്യാത്ത കാല് കൊണ്ട് എണീക്കാൻ ഒരുങ്ങുന്നതും വേണ്ട അവിടെ തന്നെ ഇരുന്നോ, ഇതൊക്കെ സൂക്ഷിച്ച് ചെയ്യേണ്ട മോളെ, എങ്കിലല്ലേ വേദന പെട്ടെന്ന് മാറൂ എന്നൊക്കെ പറഞ്ഞ് രേവതിയുടെ മുമ്പിൽ നല്ല സ്നേഹമുള്ള ഒരു അമ്മയായിട്ട് നടിക്കുന്നുണ്ട് അവര്. രേവതി തന്റെ കാല് കട്ടിലേക്ക് കയറ്റി വെക്കാൻ ഒരുങ്ങുമ്പോൾ പതുക്കെ മോളെ എന്നൊക്കെ പറഞ്ഞ് അവളെ അതിന് സഹായിക്കുകയും അവളുടെ കാലെല്ലാം തടവി കൊടുക്കുന്ന ചന്ദ്രമതിയെ കണ്ട് കണ്ണും തള്ളി നോക്കി നിൽക്കുകയാണ് സച്ചി. രവീന്ദ്രനും അമ്മയും അത് കണ്ട് സന്തോഷത്തോടെ അവിടേക്ക് വരുമ്പോ ചന്ദ്രമതി അവിടുന്ന് എണീക്കുന്നതും എന്തിനാ എണീക്കുന്നത്, അവിടെ ഇരുന്നോ എന്നൊക്കെ അമ്മ പറയുന്നുണ്ടെങ്കിലും വേണ്ട ഞാൻ ഇവിടെ നിന്നോളാമെന്ന് ഭവ്യതയോട് കൂടി പറയുകയാണ് കേട്ടോ ചന്ദ്രമതി. ഇതെല്ലാം കണ്ടും കേട്ടും കണ്ണും തള്ളി അവിടെ ഇരുന്ന് പോവാണ് കേട്ടോ സച്ചി. രേവതിക്കാണെങ്കിലും അമ്മയുടെ പെട്ടെന്നുള്ള ഈ മാറ്റത്തിൽ ചെറിയ സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ രേവതിയോടായിട്ട് കുറെ നേരമായില്ലേ മോളി ഇരിക്കുന്നു, ഇനി കുറച്ചു നേരം പോയി കിടന്നോ എന്നൊക്കെ പറയുമ്പോ ശരിയെന്നും പറഞ്ഞ് രേവതി അവിടുന്ന് എണീക്കാൻ ഒരുങ്ങുന്നതും സൂക്ഷിച്ചു മോളെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വേഗം തന്നെ അവളുടെ അരികിലേക്ക് വരുന്നുണ്ട്. തുടർന്ന് ഒരു കൈ കൊണ്ട് രേവതിയുടെ കയ്യിൽ പിടിച്ചും മറു കൈ കൊണ്ട് രേവതിയുടെ തോളിലൂടെ കൈയിട്ടും അവളെ മെല്ലെ റൂമിലേക്ക് കൊണ്ടുപോയി ആക്കുന്നുണ്ട് ചന്ദ്രമതി. ഇതെല്ലാം കണ്ട് കണ്ണും തള്ളി നോക്കി നിന്നിരുന്ന സച്ചി അച്ഛനെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട്. എന്താ അച്ഛ അമ്മയ്ക്ക് പറ്റിയേ? അമ്മയുടെ ദേഹത്ത് വല്ല ബാധയും കയറിയോ? പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങോട്ട് വരാനെന്നൊക്കെ ചോദിക്കുമ്പോ എന്താടാ നിന്റെ അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല അച്ഛാ, കുഞ്ഞുനാളിൽ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കാനാണ് അമ്മ അവസാനമായിട്ട് ഇങ്ങോട്ട് വന്നത്. പിന്നീട് ഇത്ര വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടല്ലേ. ഇപ്പൊ എന്തിന് ഇങ്ങോട്ട് വന്നു, എങ്ങനെ വന്നു, അതൊക്കെ എനിക്കറിയണമെന്നൊക്കെ സച്ചി പറയുമ്പോ എന്തിനു വന്നതാണെന്നൊന്നും എനിക്കറിയില്ലെന്നോ ഒരു മുടന്തൻ ന്യായം പറഞ്ഞ് രവീന്ദ്രൻ അങ്ങ് കയറി പോവാണ് ചെയ്യുന്നത്. പറഞ്ഞ അച്ഛമ്മയോടും ഇതേ സംശയം സച്ചി പോയി ചോദിക്കുന്ന സമയത്ത് നീ ഒന്ന് പോകുന്നുണ്ടോ സച്ചി എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടുന്ന് ആട്ടി പറഞ്ഞു വെക്കാണ് അച്ഛമ്മ. തുടർന്ന് സച്ചി വേറൊരു വഴിയുമില്ലാതെ നേരെ രേവതിയുടെ അരികിലേക്ക് പോയിരിക്കുന്നുണ്ട്. നീ എപ്പോഴും നല്ല ബുദ്ധിയുള്ളവരെ പോലെയാണല്ലോ സംസാരിക്കുന്നത്. എന്റെ സംശയത്തിന് നിനക്കൊരു ഉത്തരം തരാവോ എന്നൊക്കെ ചോദിക്കുമ്പോ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ അമ്മയെ കണ്ടില്ലേ, അമ്മയ്ക്ക് ആകെ ഒരു മാറ്റം എന്നൊക്കെ പറയുമ്പോ അതിനിപ്പോ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് രേവതി. എന്താണെന്നോ, അവർക്ക് ഇങ്ങനെ ഒരു മാറ്റം വരാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അവർ പെട്ടെന്ന് നാട്ടിലേക്ക് വരാൻ എന്താ കാരണം? നിനക്ക് എന്തെങ്കിലും അറിയോ? ഒന്ന് ആലോചിച്ചിട്ട് പറയാന്നൊക്കെ പറയുമ്പോ രേവതി എന്തോ ആലോചിക്കുന്നതോ നല്ലോണം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് സച്ചി. എന്തിനു വന്നാൽ എന്താ, അമ്മ ഇങ്ങോട്ട് വന്നില്ലേ, അതല്ലേ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്നൊക്കെ രേവതി പറയുമ്പോ നിന്നോട് ചോദിക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ.
ഇതാണോ ഇപ്പൊ എന്റെ സംശയത്തിനുള്ള ഉത്തരമെന്നും ചോദിച്ച് കപട ദേഷ്യത്തോടെ അവിടുന്ന് ഇറങ്ങി പോവാണ് സച്ചി. ഇറങ്ങിയതിനു ശേഷം ഇനിയിപ്പോ ആരോട് ചോദിക്കും? എനിക്ക് ഉറപ്പാണ് എന്തോ ഒരു കാരണമില്ലാതെ അമ്മ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. കാരണം അറിയാൻ ഇനിയിപ്പോ എന്ത് ചെയ്യും? വരട്ടെ, വഴി ഉണ്ടാക്കാമെന്നൊക്കെ ഇങ്ങനെ സ്വയം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് സച്ചി. പിന്നീട് അങ്ങനെ അമ്മയെ ഇംപ്രസ് ചെയ്യിക്കാനായിട്ട് ഓരോ ജോലികളായിട്ടൊക്കെ ചെയ്തു നോക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി. സച്ചിയാണെങ്കിൽ ചന്ദ്രമതിയുടെ പിറകിൽ നിന്നും മാറാതെ തന്റെ സംശയം വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ശേഷം റൂമിനകത്ത് റെസ്റ്റ് എടുക്കുന്ന രേവതിയുടെ അരികിലേക്ക് ചെന്ന് കാൽവേദന കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഉണ്ട് അമ്മേ, അമ്മയ്ക്ക് എന്തെങ്കിലും വേണോന്നും ചോദിച്ച് രേവതി അവിടുന്ന് എണീക്കാൻ ഒരുങ്ങുന്നതും വേണ്ട വേണ്ട നീ അവിടെ തന്നെ ഇരിക്കെന്നും പറഞ്ഞുകൊണ്ട് അവളെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട്. അവിടുന്ന് രേവതിയോടായിട്ട് സ്വകാര്യത്തോടെ നീ എങ്ങനെയാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അച്ഛമ്മയുടെ മുമ്പിൽ നല്ലൊരു മരുമക്കളായിട്ട് മാറാൻ എങ്ങനെയാ പറ്റുന്നത്? അത് എനിക്കും കൂടി ഒന്ന് പറഞ്ഞു താന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്രമതി. പെട്ടെന്ന് എന്താ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ആവശ്യമെന്നൊക്കെ ചോദിക്കുമ്പോ അതല്ല, എനിക്കും നിന്നെ പോലെ ഒരു നല്ല മരുമക്കളാവണം. ചെയ്യുന്നത് പോലെയൊക്കെ ഞാനും ചെയ്താൽ അമ്മ സന്തോഷിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് എന്നൊക്കെ പറയുമ്പോ ഇല്ലമ്മേ എനിക്കിപ്പോ സുഖമായിട്ടുണ്ട്, ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയുമ്പോ വേണ്ട വേണ്ട നീ ഇവിടെ ഇരുന്നോ, എന്ത് ചെയ്യണമെന്ന് നീ എനിക്ക് പറഞ്ഞു തന്നാൽ മതി, ഞാൻ അതുപോലെ ചെയ്തോളാമെന്ന് പറയുന്നുണ്ട് ചന്ദ്രമതി. തുടർന്ന് രാവിലെ എണീറ്റ ഉടനെ എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിക്കുമ്പോ എണീറ്റ മുതൽ ചെയ്യാനുള്ള ജോലിയെല്ലാം ചന്ദ്രമതിക്ക് ഒന്നൊന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി. അങ്ങനെ ചെയ്യാനുള്ള ജോലികൾ ഒന്നൊന്നായിട്ട് രേവതി പറഞ്ഞു കൊടുക്കുന്നതും ഇതെല്ലാം ചെയ്തു തീർക്കണമെന്നുള്ള രീതിയിൽ കണ്ണും തള്ളി നോക്കി നിൽക്കുകയാണ് ചന്ദ്രമതി. അമ്മയുടെ മുഖഭാവം കണ്ട് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ എന്നോട് ഒരു ദിവസം ചെയ്യേണ്ട ജോലികളെ കുറിച്ചല്ലേ ചോദിച്ചത്, നീ എന്തിനാ ഒരാഴ്ച ചെയ്യാനുള്ള ജോലികൾ എനിക്ക് പറഞ്ഞു തരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ലമ്മേ, ഇതെല്ലാം ഒരു ദിവസം ചെയ്യേണ്ട ജോലികളാണെന്നൊക്കെ പറയുമ്പോ എന്ത് ഇതെല്ലാം ഒരു ദിവസം ചെയ്യേണ്ടതാണോ? അതെ അമ്മേ, നമ്മുടെ വീട്ടിലെ ജോലികൾ നമ്മൾ തന്നെ ചെയ്തു തീർക്കണ്ടേന്ന് പറയുന്നുണ്ട് രേവതി. ഇതെല്ലാം പറഞ്ഞു കേട്ടപ്പോൾ തന്നെ ഞാൻ ആകെ ടയേർഡായി, ഇനി ഈ ജോലികളൊക്കെ ചെയ്യേണ്ടി വന്നാലുള്ള എന്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ നിരാശപ്പെടുമ്പോ ഇപ്പൊ വളരെ കുറച്ച് ജോലികളെ പറഞ്ഞിട്ടുള്ളൂ, ഇതിലും പ്രധാനമായിട്ടുള്ള ജോലികൾ ഇനിയും ബാക്കി കിടക്കുകയാണെന്ന് പറയാണ് രേവതി. ഈ സമയം തന്നെ നിങ്ങൾ എന്താ സംസാരിച്ചിരിക്കുന്നതെന്നും ചോദിച്ച് സച്ചി അവിടേക്ക് വരുമ്പോ ഞങ്ങൾക്ക് പലതും സംസാരിക്കാനുണ്ടാവും, അതിന് നിനക്കെന്താന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി. ഞാൻ അതിനെ നിങ്ങളോടല്ലോ ചോദിച്ചത്, പറ രേവതി എന്താ കാര്യമെന്നൊക്കെ ചോദിക്കുമ്പോ ഒന്നുമില്ലെന്നും ഇവിടെ എന്തൊക്കെയാ ജോലി ചെയ്യേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കിയായിരുന്നെന്നും പറയുന്നുണ്ട് രേവതി. ഇപ്പൊ വയ്യാതെ ജോലി ചെയ്യാണോ എന്നൊക്കെ ചോദിക്കുമ്പോ ഞാനല്ല അമ്മ ചെയ്തോളാം എന്നാണ് പറയുന്നതെന്നൊക്കെ പറയുമ്പോ അമ്മ ചെയ്യാനോ, എന്നാൽ ഇവിടെ വല്ലതുമൊക്കെ നടക്കുമെന്നും പറഞ്ഞുകൊണ്ട് അച്ഛനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട് സച്ചി. കേട്ടോ അച്ഛാ, അമ്മ ഇവിടുത്തെ ജോലി ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോ ആഹാ അത് നല്ല കാര്യമല്ലേടാ എന്ന് പറയാണ് രവീന്ദ്രൻ. പിന്നീട് അങ്ങനെ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാകുന്ന സച്ചി എന്തായാലും അമ്മ ജോലി എടുക്കാൻ തീരുമാനിച്ചതല്ലേ, നല്ല പണികൾ തന്നെ കൊടുക്കാമെന്ന് തീരുമാനിക്കുകയാണ്. ചന്ദ്രമതി മുറ്റമടിച്ചു വാരുന്നത് കണ്ടുകൊണ്ട് അവിടേക്ക് വരുന്ന സച്ചി അച്ഛമ്മയോടായിട്ട് അച്ഛമ്മേ നമ്മുടെ മുറ്റത്ത് ചാണകം കൊണ്ട് മെഴുകിയാൽ നല്ലതാവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ പിന്നെ വേണ്ടാതെ ഞാൻ കുറേയായി അതിന് വിചാരിക്കുന്നു എന്നൊക്കെ പറയുമ്പോ എങ്കിൽ ഇപ്പോഴാണ് അതിന് പറ്റിയ സമയം, ഇപ്പൊ അത് ചെയ്യാൻ ഇവിടെ പറ്റിയ ആളുമുണ്ട്, ചന്ദ്രമതി ചെയ്തോളും എന്നൊക്കെ സച്ചി പറയുന്ന സമയത്ത് ഞാനോ ഒന്ന് കണ്ണും തള്ളി ചോദിക്കുന്നുണ്ട് കേട്ടോ അവര്. അതെ അതെന്താ നിനക്ക് ചെയ്താലേ, നീയല്ലേ ഇവിടുത്തെ ജോലിയെല്ലാം ചെയ്തോളാമെന്ന് മോളോട് ഏറ്റതെന്നും ചോദിച്ച് രവീന്ദ്രനും അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ചന്ദ്രമതിക്ക് അത് ചെയ്യേണ്ടി വരികയാണ്. മൂക്കും വായും ഒക്കെ പൊത്തിപ്പിടിച്ചായിരിക്കും ചന്ദ്രമതി അത് ചെയ്യുന്നത്. അമ്മയ്ക്ക് നല്ലൊരു പണി കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ നോക്കി നിൽക്കായിരിക്കും സച്ചി. പിന്നീട് അങ്ങനെ കിടക്കാൻ നേരം എന്റെ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾക്ക് സന്തോഷമായില്ലേ എന്നൊക്കെ ചോദിച്ച് രവീന്ദ്രന്റെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ചന്ദ്രമതി. എന്റെ അവസ്ഥക്ക് എന്താ പ്രശ്നമെന്നൊക്കെ ചോദിക്കുമ്പോ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല, അതിനിപ്പോ നീ എന്ത് ചെയ്തെന്നാ പറഞ്ഞു വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ നിങ്ങൾ കാണില്ല രാവിലെ മുതൽ ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുക ഞാൻ. അയ്യോ അത് വലിയ കഷ്ടമായല്ലോ, ഒരു പെണ്ണ് രാവിലെ എണീറ്റ് വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നത് വലിയ കഷ്ടം തന്നെ എന്നും പറഞ്ഞ് രവീന്ദ്രൻ അവരെ കളിയാക്കുന്നുണ്ട്. നിങ്ങൾ എന്താ എന്നെ കളിയാക്കാണോ? ചാണകം വരെ ഞാൻ എന്റെ കയ്യിലെടുത്തു, ഇന്ന് എത്ര തവണ കഴുകിയാലും അതിന്റെ വാസന എന്റെ കയ്യിൽ നിന്നും പോകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് ചന്ദ്രമതി. ഇങ്ങനെ വിഷമിക്കാതെ, നീ ചെയ്യുന്നതെല്ലാം കണ്ട് അമ്മക്ക് ഒത്തിരി സന്തോഷമായിട്ടുണ്ട്, എന്നോട് അക്കാര്യം പറയുകയും ചെയ്തു എന്നെല്ലാം പറഞ്ഞ് രവീന്ദ്രൻ ഇങ്ങനെ ചന്ദ്രമതിയെ ആശ്വസിപ്പിക്കാൻ നോക്കുമ്പോ എങ്കിൽ വേഗം പോയി നിങ്ങൾ ആ പണം ചോദിക്കെന്ന് പറയുന്നുണ്ട് ചന്ദ്രമതി. ഞാൻ ആദ്യമേ നിന്നോട് ഇക്കാര്യം പറഞ്ഞതാണ്, ഞാൻ ആ പണം ചോദിക്കില്ലെന്ന്. എന്റെ പ്രവർത്തികൾ കണ്ട് മനസ്സ് നിറയുന്ന അമ്മ തന്നെ ആ പണം നിന്നെ ഏൽപ്പിക്കും, നീ കുറച്ചും കൂടി ഒന്ന് സഹകരിക്കെന്നൊക്കെ പറയുന്നുണ്ട് രവീന്ദ്രൻ. പിറ്റേന്ന് അങ്ങനെ കാലത്ത് എണീറ്റ് അടുക്കള ജോലിയെല്ലാം ഏറ്റെടുത്ത് ചെയ്യാണ് ചന്ദ്രമതി. സഹായത്തിന് രേവതിയും ഒപ്പം തന്നെ ഉണ്ടാവും. അങ്ങനെ അച്ഛമ്മയുടെ വീട്ടിലെത്തിയ ചന്ദ്രമതിക്ക് കഠിന ജോലികളെല്ലാം കൊടുത്ത് വട്ട് കളിപ്പിക്കുകയാണ് സച്ചിയും അച്ഛനും കൂടിയിട്ട്. പക്ഷെ അച്ഛമ്മയ്ക്കാണെങ്കിൽ നേരത്തെ തന്നെ ചന്ദ്രമതിയുടെ ഉദ്ദേശം പിടികിട്ടിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ 2 ദിവസം അവിടെ താമസിച്ച് തിരിച്ചു പോകാൻ ഒരുങ്ങുന്ന ചന്ദ്രമതിയുടെ കയ്യിലേക്ക് ആ പണം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അച്ഛമ്മ. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും പണം കിട്ടിയെന്നുള്ള സന്തോഷത്തോടെ അവിടുന്ന് യാത്ര തിരിക്കുകയാണ് ചന്ദ്രമതിയും രവീന്ദ്രനും.